വടക്കഞ്ചേരിയിൽ ഗൃഹനാഥനെ തട്ടിക്കൊണ്ടുപോയ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ഇന്നലെ രാത്രി 9 മണിക്കായിരുന്നു സംഭവം. അജ്ഞാതർ നൌഷാദിനെ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ അതിന്റെ ദൃശ്യമാണ് സ്ക്രീനിൽ കാണുന്നത്. അദ്ദേഹത്തെ നിർബന്ധമായി വലിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയായിരുന്നു. നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ, ഇത് ഏത് ജംഗ്ഷനിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്? ഈ 9 മണി എന്നൊക്കെ പറഞ്ഞാൽ അത്ര രാത്രിയല്ലല്ലോ. അപ്പോഴാരും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു? വണ്ടികളൊക്കെ ചെറിയ പോകുന്നുണ്ടല്ലോ. റോളക്സ് ഓഡിറ്റോറിയത്തിന് സമീപം വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഇദ്ദേഹത്തെ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം വലിയ രീതിയിൽ ബഹളം വെക്കുന്നുണ്ട്. ഈ ശബ്ദം കേട്ട ആ ഹോട്ടലുണ്ടായിരുന്ന ആളുകൾ, ഈ റോളക്സ് ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്ന ആളുകൾ പുറത്തേക്ക് ഓടി വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവർ ഓടിയെത്തിയാണ് ആദ്യം പോലീസിനെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് ഈ ഓഡിറ്റോറിയത്തിലെ തന്നെ CCTV ദൃശ്യങ്ങൾ അവർ പരിശോധിക്കുകയും ചെയ്തു. അതാണിപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പിന്നീട് തമിഴ്നാട് ഭാഗത്തേക്കാണ് നൌഷാദിനെയും കൊണ്ട് ഈ സംഘം പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നത്. അതിവേഗതയിലായിരുന്നു ഇവർ കടന്നു പോയിരുന്നത്. അതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ, അതായത് വടക്കഞ്ചേരിയിൽ നിന്ന് ഏതാണ്ട് 9 മണിക്ക് തിരിച്ച സംഘം 11 മണിയോടുകൂടി നവക്കര, തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള നവക്കര ഭാഗത്തെത്തി. അവിടെ വെച്ചാണ് നൌഷാദ് മറ്റൊരാളുടെ ഫോണിൽ നിന്ന് തന്റെ മകനെ വിളിക്കുന്നത്. ഇയാൾ ശാരീരികമായി വളരെയധികം ആക്രമിക്കപ്പെട്ടിരുന്നു. എന്നിരിക്കെയും മകന്റെ നമ്പർ ഓർത്തെടുത്ത് ഈ മകനെ ബന്ധപ്പെടുകയായിരുന്നു. തുടർന്നാണ് മകനും ബന്ധുക്കളും നവക്കരയിലേക്ക് തിരിക്കുകയും ഇദ്ദേഹത്തെ അവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. കോയമ്പത്തൂരിലെ അഭിരാമി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. എന്താണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ചില കുടുംബ പ്രശ്നങ്ങളും മറ്റും ഉണ്ട് എന്നുള്ളതാണ് ഈ മകൻ പറയുന്നത്. പക്ഷെ അക്കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ല. എന്തായാലും ഈ തട്ടിക്കൊണ്ടുപോയതൊരു ക്വട്ടേഷന് സമാനമായ സംഘമാണ് എന്നാണ് നൌഷാദ് നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇവരൊക്കെ തന്നെ മുഖംമൂടി ധരിച്ചിരുന്നു. അതുകൊണ്ട് ആരുടെയും മുഖം വ്യക്തമല്ല എന്നാണ് പറയുന്നത്. ഒരു വാഗനർ കാറിലാണ് ഇവർ ഈ തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തിരുന്നത്. അപ്പോഴും എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. കാരണം നവക്കര ഭാഗത്ത് ഇയാളെ നൌഷാദിനെ ഇറക്കി വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. പണം ആവശ്യപ്പെടുകയോ അങ്ങനെയൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഒരു ഭീതിപ്പെടുത്തുക, ആശങ്കപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം, അതോ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു, വകവരുത്തുകയായിരുന്നു ലക്ഷ്യം എന്നുള്ള കാര്യത്തിലും വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും വടക്കഞ്ചേരി പോലീസ് ഇതിനോടകം തന്നെ മകനെയും നൌഷാദിനെയും വിളിച്ച് പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന് മാത്രമല്ല അവരുടെ സംഘം ഇപ്പോൾ നവക്കരയിലേക്ക് തിരിച്ചിട്ടുമുണ്ട്.